ബ്രേക്ക് ഔട്ട് ഓഫ് ദ കേജ് ഓഫ് ഹെൽപ്ലെസ്നെസ്. ഹെൽപ്ലെസ്നെസ് എന്നൊരു കൂടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മൈൻഡ് പ്ലസ് ഒരു വലിയ ഹെൽപ്ലെസ്നെസ്സിൽ നിന്ന് ആരംഭിച്ചതാണ് കോവിഡ് കാലത്ത്. 1172 ദിവസങ്ങൾക്ക് മുൻപ് ഏത് പ്രഗത്ഭനും പറഞ്ഞു, മടുത്തു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഉള്ള ജോലി നഷ്ടപ്പെട്ടു, കയ്യിലെ പണം തീർന്നു, ആരോഗ്യം അവതാളത്തിലായി. അങ്ങനെ ഒരു കൂടിനകത്ത് കുടുങ്ങിക്കിടന്നതുപോലെ നമ്മുടെ ആളുകൾ കുടുങ്ങിയപ്പോൾ എങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ ആ കൂടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും? അങ്ങനെയാണ് മൈൻഡ് പ്ലസിന്റെ ആരംഭം. ആദ്യ ദിവസം മുതൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് ഉണ്ട്. ഒരു മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തവരുണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞ് ജോയിൻ ചെയ്തവരുണ്ട്, ഇന്നലെ നമ്മുടെ കൂടെ കൂടിയവരുമുണ്ട്, ഇന്ന് ജോയിൻ ചെയ്തവരുമുണ്ട്. അപ്പോൾ ഇന്നെടുക്കുന്ന ഈ ടോപ്പിക് ഇതിനു മുൻപ് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പലർക്കും. അനന്തരഫലമായി അവർ അവരുടെ ആ കൂട് തകർത്ത് പുറത്ത് വന്നവരാ ധാരാളം പാർട്ടിസിപ്പൻസ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ ജോയിൻ ചെയ്തവരെയും കൂടി അവരവരുടെ ആ ഹെൽപ്ലെസ്നെസ്സിന്റെ കൂട് തകർക്കാൻ സഹായിക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് നീങ്ങാം. ഇതിനുള്ള ടെക്നിക്കാണ് ദ വാണ്ട് ക്യാൻ വിൽ ടെക്നിക്. ഏത് ഹെൽപ്ലെസ്നെസ്സിന്റെ കൂടും തകർക്കാം ഈ ടെക്നിക് ഉപയോഗിച്ച്. വാണ്ട് ക്യാൻ വിൽ ടെക്നിക്. എന്താണ് വാണ്ട് ക്യാൻ വിൽ ടെക്നിക്? The first secret of getting what you want is knowing what you want. പലപ്പോഴും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വ്യക്തതയില്ല അവർക്ക് എന്താ വേണ്ടത് എന്ന്. എന്തൊക്കെയോ ഒരു അവ്യക്തതകൾ. അത് ചെറുപ്പക്കാരിൽ മാത്രമല്ല മുതിർന്നവരിലും പലപ്പോഴും കാണാറുണ്ട്. എന്താണ് താങ്കളുടെ യഥാർത്ഥ ആവശ്യം? എനിക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ട്, എന്താണ് വേണ്ടത് എന്നെനിക്ക് വ്യക്തമായ ഐ ഡോണ്ട് നോ ആക്ച്വലി. ഓക്കെ, ഐ എം കൺഫ്യൂസ്ഡ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ എല്ലാവരും ഈ കൺഫ്യൂഷനിൽ കൂടി കടന്നുപോയിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ ജോലി നിർത്തണമോ, വേറെ ജോലി തുടങ്ങണമോ, ഇവിടെ താമസിക്കണമോ, മറ്റൊരു സ്ഥലത്ത് താമസിക്കണമോ, ഈ കോഴ്സ് പഠിക്കണമോ, ഈ ആളുകളുമായി ബന്ധങ്ങൾ ഉണ്ടാക്കണമോ, ബന്ധങ്ങൾ തുടരണമോ? നമ്മളൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, തീർച്ചയായും. അപ്പോൾ ജീവിതത്തിൽ ഈ ഹെൽപ്ലെസ്നെസ്സിന്റെ കൂട് തകർക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് വാട്ട് ഡു യു വാണ്ട്? എന്താണ് വേണ്ടത് എന്ന് അറിയണം. ദെൻ വാണ്ട് ഇറ്റ്. എന്നിട്ട് അതിനോട് പറയണം, എനിക്ക് നിന്നെ വേണം. അത് ചിലപ്പോൾ എന്താകാം? മനസമാധാനമാകാം, ശാന്തതയാകാം, സ്വസ്ഥതയാകാം, ആരോഗ്യമാകാം, എന്തുമാകാം. ഒരു ജോലിയാകാം, ഒരു പ്രൊമോഷനാകാം, ഒരു പുതിയ കോഴ്സ് ഓഫ് സ്റ്റഡി ആകാം, ഒരു സ്കിൽ അക്വയർ ചെയ്യുന്നതാകാം, ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നതാകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പോഴത്തെ അവസ്ഥയിൽ? വാട്ട് ഡു യു വാണ്ട്? എന്നിട്ട് അത് വ്യക്തമായി മനസ്സിൽ വരട്ടെ. എന്നിട്ട് അതിനോട് പറയണം, ഐ വാണ്ട് യു. ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന മാതിരിയാണ്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സാധന സാമഗ്രികൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. നമ്മളതെല്ലാം എടുത്തുകൊണ്ട് പോകാറില്ല. നമ്മൾ അതിൽ ഏതെങ്കിലും ചില ഐറ്റത്തെ നോക്കി പറയും, ഐ വാണ്ട് യു, ഐ വാണ്ട് യു. നിന്നെ എനിക്ക് വേണം, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. ഐ വാണ്ട് യു. അപ്പോൾ വാട്ട് ഡു യു വാണ്ട്? ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. വാട്ട് ഡു യു വാണ്ട്? എ കോഴ്സ് ഓഫ് സ്റ്റഡി, എ സർട്ടിഫിക്കറ്റ്, എ സ്കിൽ. അതൊരു കാറോ, വീടോ, ബൈക്കോ എന്തുമാകാം. ദെൻ വാണ്ട് ഇറ്റ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 പറയണം, ഐ വാണ്ട്. വേണം എനിക്ക്, ഐ വാണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ. നിങ്ങളുടെ തീവ്രമായ
ആഗ്രഹത്തെ നോക്കി പറയണം, ഐ വാണ്ട്, ഐ വാണ്ട്. ഇത് ആരോഗ്യം അടക്കം ആകാം, എന്തുമാകാം. ഐ വാണ്ട്. വെൻ യു റിയലി വാണ്ട് സംതിങ് യു വിൽ ഫൈൻഡ് എ വേ. നിങ്ങൾക്കൊരു കാര്യം ശരിക്കും വേണം എങ്കിൽ, ഇഫ് യു വാണ്ട്, നിങ്ങളൊരു വഴി കണ്ടുപിടിക്കും. വെൻ യു ഡോണ്ട് റിയലി വാണ്ട് സംതിങ് യു വിൽ ഫൈൻഡ് ആൻ എക്സ്ക്യൂസ്. നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലേലും സാരം ഇല്ല എന്നുള്ള മനസ്ഥിതിക്കാരനാണ് എങ്കിൽ യു വിൽ ഫൈൻഡ് എക്സ്ക്യൂസ്. വിദ്യാർത്ഥികളെ നോക്കിയാൽ അറിയാം, they are not very serious about passing an exam or doing something. അവർ നൂറുകണക്കിന് എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കും. ഞാൻ ജോയിൻ ചെയ്ത സ്ഥാപനം ശരിയല്ല, പ്രിൻസിപ്പൽ ശരിയല്ല, ക്ലാസ് ടീച്ചർ തീരെ ശരിയല്ല, പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ നോട്ടം ശരിയല്ല, ശബ്ദം ശരിയല്ല, ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രിന്റിംഗ് ശരിയായിരുന്നില്ല, ഇട്ട ദിവസം ശരിയല്ല. പല പല കാരണങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഡു യു റിയലി വാണ്ട് വാട്ട് യു വാണ്ട്? നമ്പർ 2, ഐ വാണ്ട് ദിസ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ പറയേണ്ട കാര്യമാണ് ഐ ക്യാൻ, ഐ ക്യാൻ. ഇതെനിക്ക് പറ്റും, ഐ ക്യാൻ, ഐ ക്യാൻ. എനിക്ക് മലയുടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ എത്തി ഒരു ഫോട്ടോ എടുക്കണം, അതാണ് വാട്ട് ഐ വാണ്ട്. ഓക്കെ, ഈ മലയുടെ മുകളിലെത്തി എനിക്കൊരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് സെൽഫി എടുത്തിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം. ദാറ്റ്സ് വാട്ട് യു വാണ്ട്. അങ്ങനെയാണ് എങ്കിൽ രണ്ടാമത് പറയേണ്ടത് എന്താ? ഐ ക്യാൻ. ആ മലയുടെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കി പറയണം, ഐ ക്യാൻ, ഐ ക്യാൻ, ഐ ക്യാൻ. ഓൺലി ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്, നോ വൺ ക്യാൻ ഡു ഇറ്റ് ഫോർ മീ. കാരണം ഈ മലയുടെ മുകളിൽ കയറണമെങ്കിൽ എനിക്ക് പകരം മറ്റൊരാൾ കയറിയിട്ട് കാര്യമില്ല. ഈ സത്യം നമ്മളൊക്കെ തിരിച്ചറിയണം. മനസമാധാനം വേണം. ആ മനസമാധാനം എനിക്കാ ഉണ്ടാകേണ്ടത്, അല്ലേ? എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ നടപടിയെടുക്കണം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ നടപടി എടുക്കുക. ഐ ക്യാൻ, പറ്റുമെന്ന തോന്നൽ എനിക്ക് വരണം. വെൻ പീപ്പിൾ ടെൽ യു നോ, ജസ്റ്റ് സ്മൈൽ ആൻഡ് ടെൽ ദം യെസ് ഐ ക്യാൻ. നിങ്ങൾ പല നടപടികൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും പറയും, വേണ്ടാത്ത പണിക്ക് നിൽക്കണോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നോ, വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം എന്തെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യെസ് ഐ ക്യാൻ, എനിക്ക് പറ്റുമെന്ന് നിങ്ങൾ പറയണം. പലപ്പോഴും നമ്മൾ ആരെങ്കിലും നോ പറയാൻ കാത്തിരിക്കുകയാണ്, അല്ലേ? അപ്പൊ പിന്നെ ബ്ലെയിം അവർക്ക് കൊടുക്കാലോ, അല്ലെ? ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതാ, അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു വേണ്ട വേണ്ട. അത് കാരണം, അല്ലെങ്കിൽ ഞാൻ ഈ മലയുടെ മുകളിലൊക്കെ പണ്ടേ കയറി ഇറങ്ങേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലെയിം ആർക്ക് കൊടുക്കാം? വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും കൊടുക്കാൻ പറ്റും. വേണ്ട, ഇപ്പോൾ മുതൽ പറയണം. നിങ്ങളുടെ തീവ്രമായ ആഗ്രഹത്തെ നോ പറയുന്നവരോട് പറഞ്ഞോളൂ, യെസ് ഐ ക്യാൻ. മൂന്നാമത്തത് ഐ വിൽ, ഐ വിൽ. സോ ഐ വാണ്ട്, ഐ ക്യാൻ, ഐ വിൽ. നേടിയേ പറ്റൂ, നേടുക തന്നെ ചെയ്യും. ഐ വിൽ പെർസിസ്റ്റ് അൺടിൽ ഐ സക്സീഡ്. ഞാൻ കണ്ടിന്യൂ ചെയ്യും ഈ മല കയറാൻ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ, പ്രസംഗം പഠിക്കാൻ, ഡാൻസ് പഠിക്കാൻ, ചിത്രരചന പഠിക്കാൻ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ. അൺടിൽ ഐ സക്സീഡ്. വിജയിക്കുന്നത് വരെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. The doors will be opened to those who are bold enough to knock. ആരുടെ മുൻപിലെ പ്രപഞ്ചം വാതിൽ തുറക്കുകയുള്ളൂ? Bold enough to knock the door. വാതിലിൽ മുട്ടാൻ ധൈര്യം വേണം. ചില സമയത്തെങ്കിലും ചിലരെ കാണാറില്ലേ, ഒരു വാതിലിൽ മുട്ടാൻ പേടിയാ. മുട്ടിയാലോ, മുട്ടിയിട്ട് തുറന്നില്ലെങ്കിലോ, മുട്ടുമ്പോൾ അകത്തുനിന്ന് ആരും ചീത്ത വിളിച്ചാലോ, അങ്ങനെ പേടിച്ച് മുട്ടണ്ടയോ. ആര് മാത്രമേ വാതിൽ തുറക്കൂ? ബോൾഡ് ഇനഫ്. ഐ വിൽ. എനിക്ക് തുറക്കണം, ഈ വാതിൽ തുറന്നു കിട്ടണം. I survived because the fire inside me burned brighter than the fire around me. ഞാൻ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സർവൈവ് ചെയ്യാൻ കാരണം എന്താ? ചുറ്റുപാടും തീയായിരുന്നു. ആ തീയിൽ നിന്ന് ഞാൻ പുറത്തു ചാടി കാരണം എന്റെ ചുറ്റുമുള്ള തീയേക്കാളും ശക്തമായിരുന്നു എന്റെ അകത്തെ തീവ്രത, ആഗ്രഹങ്ങളുടെ തീവ്രത. അപ്പോൾ സ്വയം ചോദിക്കണം, എന്റെ ഉള്ളിലെ ആ ആഗ്രഹങ്ങളുടെ തീവ്രത, തീ ശക്തമാണോ? തടസ്സങ്ങളെക്കാൾ ശക്തമാണോ? ഇപ്പോൾ തന്നെ ആഗ്രഹങ്ങളുടെ തീ
ആളിക്കത്തട്ടെ. ത്രോ മീ ടു ദ വൂൾസ് ആൻഡ് ഐ വിൽ റിട്ടേൺ ലീഡിംഗ് ദ പാക്ക്. പറയാൻ പറ്റണം നമുക്കൊക്കെ. നിങ്ങൾ എന്നെ ചെന്നായിക്കൂട്ടങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്താലും, കൊല്ലാൻ വേണ്ടിയാണല്ലോ ചെന്നായിക്കൂട്ടങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ എന്തു ചെയ്യും? ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ആ ചെന്നായിക്കൂട്ടങ്ങളെ ആ ഗുഹയ്ക്കകത്ത് നിന്ന് ലീഡ് ചെയ്ത് പുറമേക്ക് ഞാൻ കൊണ്ടുവരും. ഞാൻ ചത്തു എന്ന് വിചാരിക്കും. ഒരു ചാകലുമില്ല. ഞാൻ ആ ചെന്നായിക്കൂട്ടങ്ങളുടെ ലീഡറായിട്ട് മാറിയിരിക്കും. അതാണ് ഐ വിൽ. ഐ വിൽ. അപ്പോൾ നമുക്ക് ഐ വാണ്ട്, ഐ ക്യാൻ, ഐ വിൽ. ഏത് ജീവിത പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കണം. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്യാം. You can gently close your eyes.